ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു ഹ്യൂജ് സെല്ലിംഗ് ആയിരുന്നു അല്ലേ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. സോ ഇപ്പം നിഫ്റ്റിയുടെ നമുക്ക് നോക്കുവാണെങ്കിൽ നിയർലി ഒരു 1% എന്ന് വെച്ചാൽ 0.9% ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 27th ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. 27 തൊട്ട് ഒരു മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ച് ഫുൾ റേഞ്ച് തന്നെയായിരുന്നു ഇന്ന് മാർക്കറ്റ് സെല്ലിംഗ് നടന്നത് നിഫ്റ്റിയിൽ. അപ്പൊ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു കുറെ ദിവസങ്ങളിൽ നോക്കുമ്പോഴത്തേക്കിനും ഒരു ഹ്യൂജ് സെല്ലിംഗ് കാൻഡിലായിരുന്നു നമുക്കിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചത്. സോ ബാങ്ക് നിഫ്റ്റി മൂവ്മെന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ 1.47% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വന്നേക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വന്നേക്കുന്നത് നോക്കുവാണെങ്കിൽ പി എസ് യു ബാങ്കിലായിരുന്നു. അപ്പൊ പി എസ് യു ബാങ്ക് നോക്കുമ്പോൾ 2.5% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്സ് നോക്കുമ്പോഴത്തേക്കും 1.4%. അപ്പൊ ബാങ്കിങ്ങിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഓക്കെ, സോ ഇനി നാളത്തെ ലെവൽസ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും നാളെ. കാരണം ഇത്രയും മാർക്കറ്റ് ഒരു സെല്ലിംഗ് നടന്ന സ്ഥിതിക്ക് നാളെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നാളത്തേക്കിനുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നമുക്ക് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി ഇപ്പൊ ഞാൻ ഇന്നലത്തെ സെയിം ലെവൽ തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നാൽ ചേഞ്ചസ് ഒന്നും ഇല്ല, ഞാൻ ഇന്ന് ഇല്ലായിരുന്നു. സോ ഇപ്പം ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ലെവൽസിൽ. സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റി തന്നെ നോക്കാം. സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസിൽ സോ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ഒരു ലെവലായിട്ട് നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ താഴത്തെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 268 തൊട്ട് 385 വരെയുള്ള റേഞ്ച് ആയിരിക്കും നമുക്ക് ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസും. സോ രണ്ടാമത്തെ മേജർ റെസിസ്റ്റൻസ് ആക്ച്വലി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതിനകത്ത് നമ്മളൊരു ഇൻട്രാഡേയുടെ റെസിസ്റ്റൻസും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രാഡേയുടെ റെസിസ്റ്റൻസ് നമുക്ക് അത്ര മേജർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. സോ നമുക്കൊരു ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻട്രാഡേയുടെ സപ്പോർട്ട് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഇൻട്രാഡേയുടെ സപ്പോർട്ട് ഇന്നലെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേയുടെ സപ്പോർട്ട് സോൺ നിങ്ങൾ അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. സോ നമുക്ക് ഫസ്റ്റ് മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലും മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 568 തൊട്ട് 722. സോ ഇതായിരിക്കും നമ്മുടെ മേജർ സപ്പോർട്ട് ലെവൽ എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലത്തെ ഡിസ്കഷൻ. ഓക്കെ, സോ ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കിനും ഈ ഇൻട്രാഡേയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം തന്നെ മാർക്കറ്റ് നമുക്ക് ആ ഒരു റേഞ്ച് നമുക്ക് ബ്രേക്ക് ചെയ്തു അല്ലെ. അപ്പൊ ഇതായിരുന്നു. ഇപ്പൊ ഇത് 1 hourന്റെ ക്യാൻഡിലോട്ട് മാറ്റാം. ഇത് ഓക്കെ, 1 hourന്റെ ക്യാൻഡിലോട്ട് മാറ്റുമ്പോഴത്തേക്കും നമുക്കൊരു ഇന്ന് മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ നമുക്ക് ആ ഒരു ഇൻട്രാഡേയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു മാർക്കറ്റ് ഒരു ക്ലോസിംഗ് തന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ഒരു റിജക്ഷൻ എടുത്തിട്ടാണ് ഒരു സെല്ലിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഹ്യൂജ് സെല്ലിങ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു 568 തൊട്ട് ഒരു 722 പറഞ്ഞ റേഞ്ചിൽ സോ മാർക്കറ്റ് എക്സാക്ട്ലി ആ ഒരു ലെവലിൽ ഓൾമോസ്റ്റ് എന്നല്ല, ആ ഒരു 722 എന്ന് പറഞ്ഞ റേഞ്ചിൽ വന്നിട്ട് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഒരു 1.5 hours മാർക്കറ്റ് അവിടെ തന്നെ ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരുന്നു ട്രേഡ് ചെയ്തത്. സോ ഈ ഒരു ക്യാൻഡിലിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. സോ ഈ ഒരു 1.5 മണിക്കൂറിൽ ഈ ഹാഫ് ആൻ അവറിന്റെ ഈ രണ്ട് ക്യാൻഡിലിൽ നമുക്ക് ഒരു ഹ്യൂജ് സെല്ലിങ്ങിന്റെ ഒരു പ്രഷർ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ക്യാൻഡിലിന്റെ ബോഡിയുടെ മേളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും വിക്കിന്റെ സൈസ് നോക്കുമ്പോഴത്തേക്കിനും ഭയങ്കര വലുതാണ് താഴത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് അവിടെ സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഫോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. അപ്പൊ ഇവിടെ ഹ്യൂജ് ബയേഴ്സ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. സോ ഇവിടെ ഇത്രയും പ്രഷർ ഉള്ള ഒരു സെല്ലിംഗ് വരുമ്പോഴത്തേക്കിനും ആ ബയേഴ്സ് എല്ലാം തന്നെ അവർ സെല് ചെയ്തിട്ട് പോകും. അപ്പൊ നമുക്ക് ഒരു വലിയൊരു മൂവ്മെന്റ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സെല്ലിംഗ് റേഞ്ച് അവിടെ ക്രിയേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഹ്യൂജ് സെൽ ഓഫ് ആയിരിക്കും, അതും സപ്പോർട്ട് ലെവലിന്റെ തൊട്ടടുത്ത്. അപ്പം സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എന്തായാലും താഴെ പോകുന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്കിനും ഏകദേശം എത്ര പോയിന്റോളം മൂവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്നായിരുന്നു മാർക്കറ്റ് ഒരു സെല്ലിംഗ് തുടങ്ങിയത്. ഏകദേശം ഒരു 387 പോയിന്റ്സ്, ഓൾമോസ്റ്റ് നിയർലി ഒരു 400 പോയിന്റ്സോളാണ് മാർക്കറ്റ് ഇന്ന് അവിടുന്ന് ഫോളോ ചെയ്തത്. സോ ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്
ഓക്കെ, ഇന്നത്തെ ഓവറോൾ ഈ ഇന്നത്തെ ഡേയുടെ മാർക്കറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 780 ആയിരുന്നു. സോ അതിൽ ഒരു 400 പോയിന്റ്സോളം, നിയർലി ഒരു 400 പോയിന്റ്സോളം നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സെല്ലിംഗ് റേഞ്ചിൽ നിന്നായിരുന്നു, ഈ ഒരു ചെറിയ ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സെല്ലിംഗ് സോണിൽ നിന്നായിരുന്നു മാർക്കറ്റ് ഇന്നൊരു ഒരു സെൽ ഓഫ് വന്നത്. സോ ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പം വലിയൊരു ഒരു കൂടുതൽ ടൈം ഫ്രെയിം 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ടൈം ഫ്രെയിം ഇട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എവിടുന്ന റിജക്ഷൻ വരുന്നത് നോക്കുക. സോ അവിടുന്ന് നമുക്കൊരു ഹ്യൂജ് സെൽ ഓഫ് അല്ലെങ്കിൽ സെൽ ഓഫോ അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡിനുള്ള ഇതോ നമുക്ക് കിട്ടാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നാളത്തെ ഇത് ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന 341 തൊട്ട് 464 വരെയുള്ള റേഞ്ച് ആയിരുന്നു നമ്മുടെ സെക്കൻഡ് സപ്പോർട്ട് സോൺ. സോ അതിനകത്ത് തന്നെയാണ് മാർക്കറ്റ് വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നമുക്ക് റിജക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ അവിടെ ബയേഴ്സ് അവിടെ ഉണ്ട്, സ്റ്റിൽ ബയേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ഒരു സപ്പോർട്ട് ലെവലിൽ നമുക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് ബിഗ് ഫോർമേഷൻ നമുക്ക് കാണാം. സോ അപ്പോൾ നമുക്ക് ഇവിടെ ബയേഴ്സ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. ബയേഴ്സ് അവിടുന്ന് താഴെ മാർക്കറ്റ് പോകാൻ സമ്മതിച്ചിട്ടില്ല, അവിടെ ബയേഴ്സ് ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവ് ആണ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു സോൺ തന്നെയായിരിക്കും നമുക്ക് നാളത്തേക്കിനുള്ള സപ്പോർട്ട് സോൺ. പിന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോൺ ഓൾറെഡി മാർക്കറ്റ് ഒരു വലിയൊരു ക്യാൻഡിലാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസിങ് ചെയ്യാൻ 1 hour ക്യാൻഡിൽ തന്നെ. സോ നമുക്ക് അത് കാരണം ഈ ഒരു സപ്പോർട്ട് സോൺ നമുക്ക് ഒഴിവാക്കാം. സോ നമുക്ക് നാളത്തേക്കിനുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ, നമുക്ക് ഇന്ന് മാർക്കറ്റ് എവിടെ നിന്നാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നമുക്കൊരു നല്ല ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ആ ഒരു സെല്ലിംഗ് സോൺ തന്നെയായിരിക്കും നമുക്ക് നാളത്തേക്കിനുള്ള റെസിസ്റ്റൻസ്. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 47,761 47,761 തൊട്ട് 47,836 ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും നമുക്ക് നാളത്തേക്കിനുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 341 തൊട്ട് 464 വരെ. സോ നമുക്ക് ഇനി താഴെ നമുക്ക് ഏതൊക്കെയാണ് ഇനി സപ്പോർട്ട് സോൺ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി ഐഡന്റിഫൈ ചെയ്യാണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ സ്റ്റിൽ നമുക്ക് വാലിഡ് ആണ്. ട്രെൻഡ് ലൈൻ ഇവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഒരു ചെറിയ റിജക്ഷൻ എടുക്കും, അപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്കൊരു അടുത്ത ഒരു നെക്സ്റ്റ് ഒരു സപ്പോർട്ട് സോൺ ഏതായിരിക്കും എന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു റീജിയൻ, ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു കുറെ തവണ മാർക്കറ്റ് അവിടെ റിജക്ട് ചെയ്തതായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് തന്നെയായിരിക്കും നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് നാളത്തേക്കിന് നമുക്ക് നോക്കേണ്ട ഒരു സപ്പോർട്ട്. ഫസ്റ്റ് ഒരു സെക്കൻഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. സോ ഇത് നമുക്ക് ബയേഴ്സ് ആണ് അവിടെ ഉള്ളത്. കോർഡിനേറ്റ്സ് ഓക്കെ, 46,863 തൊട്ട് 47,5 വരെ 47,000 ആയിരിക്കും നമ്മൾക്ക് വരുന്ന സെക്കൻഡ് സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതായിരിക്കും നമുക്ക് നാളത്തേക്കിനുള്ള സെക്കൻഡ് സപ്പോർട്ട് സോൺ. ഇനി അതും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു 600 വരെ ഉള്ള റേഞ്ച് നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ്. സോ അവിടം വരെ മാർക്കറ്റ് എന്തായാലും നാളെ പോകും തോന്നുന്നില്ല. സോ നമുക്ക് നാളെ മാർക്കറ്റ് നമുക്ക് ഇവിടം വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുള്ളൂ. വരുവാണെങ്കിൽ മാക്സിമം ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ ഈ ഒരു സപ്പോർട്ട് സോൺ നമുക്കൊരു കൺസിഡർ ചെയ്യാം. കാരണം ഇവിടെ നമുക്കൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വന്നിട്ടായിരുന്നു നമുക്കൊരു ഒരു അപ് ട്രെൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. സോ അപ്പോൾ അത് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അവിടെ അത്യാവശ്യം സപ്പോർട്ട് ഉള്ള ഒരു റീജിയൻ ആണ്. സോ അത് തന്നെ ഈ റേഞ്ച് നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, തേർഡ് സപ്പോർട്ട് സോൺ ആയിട്ട്. സോ മാർക്കറ്റ് നല്ല ബിയറിഷ് മാർക്കറ്റ് ആണ് ഇപ്പം. സോ അത് കാരണം നമുക്ക് താഴെ സപ്പോർട്ട് ലെവൽസ് ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഈ ട്രെൻഡ് ലൈൻസ് നമുക്ക് വാലിഡ് ആണ്. അപ്പം ഇതുവരെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൽ നമുക്കൊരു സപ്പോർട്ട് എടുക്കും. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്നും ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും കൂടി നമുക്കൊരു ഒരു ചെറിയൊരു അപ് ട്രെൻഡ് നമുക്ക് കിട്ടും. സോ എപ്പോഴും മാർക്കറ്റ് ഈ ഒരു രണ്ട് ട്രെൻഡ് ലൈനിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നിഫ്റ്റിയുടെ കേസ് നമുക്ക് നോക്കുവാണെങ്കിൽ നിഫ്റ്റിക്കകത്തും ഒരു ഓൾമോസ്റ്റ് ഈ രണ്ട് സെയിം ഒബ്സർവേഷൻ തന്നെ, ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, രണ്ട് ട്രെൻഡ് ലൈനുള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നിഫ്റ്റിയുടെ ഇത് നോക്കുമ്പോൾ ഈ നിഫ്റ്റിക്കകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു തരുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു 21,729 വരെ തൊട്ട് 746 വരെയുള്ള റേഞ്ച് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ റെസിസ്റ്റൻസ് സോണിൽ നിന്നാണ് മാർക്കറ്റ് നല്ല ഹ്യൂജ് സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്ന് നല്ല ഒരു ഹ്യൂജ് ഫോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് 30 മിനിറ്റ്സിന്റെ ചാർട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ
നോക്കുവാണെങ്കിൽ, അപ്പൊ നമുക്ക് ഒരു ആദ്യം നല്ല ഒരു ആ റെസിസ്റ്റൻസ് സോണിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ട് മാർക്കറ്റ് നല്ലപോലെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സപ്പോർട്ട് സോണിന്റെ അവിടെ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും ഒരു ബയേഴ്സ് അവിടെ ആക്ടിവേറ്റ് ആകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ട്രെൻഡ് ലൈനിൽ നിന്നാണ് മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ട് താഴോട്ടുള്ള ഒരു ഫോൾ ഉണ്ടായിരുന്നത്. സോ ആ ഒരു ഫോള് നമുക്ക് രണ്ട് സപ്പോർട്ട് ലെവൽസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് ഫോളോ ചെയ്തേക്കുന്നത്. ഓക്കെ, ഫോളോ ചെയ്തിട്ട് നമുക്ക് തേർഡ് സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് ഇന്ന് വന്നിട്ട് ക്ലോസിംഗ് വന്നേക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോൺ നമുക്ക് ഒഴിവാക്കാം, അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് സോൺ നമുക്ക് ഒഴിവാക്കാം, കാരണം അത് രണ്ടും തന്നെ ഇൻവാലിഡ് ആയി. മാർക്കറ്റ് ഒരു സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്. സോ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഒരു 500 തൊട്ട് 542 വരെയുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ സ്റ്റിൽ വാലിഡ് ആണ്, കാരണം മാർക്കറ്റ് അത് ഒരു ക്ലോസിംഗ് തന്നിട്ടില്ല. സോ അത് തന്നെ സ്റ്റിൽ വാലിഡ് ആണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 410 തൊട്ട് 448 വരെയും, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 223 തൊട്ട് 266 വരെയുള്ള റേഞ്ച് ആയിരിക്കും നമുക്ക് നാളത്തേക്കിന് കൺസിഡർ ചെയ്യേണ്ട ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് സോൺസ് നമുക്ക് നേരത്തെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം ലെവൽ തന്നെ ആയിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. 729 തൊട്ട് 746 വരെ. ഇന്ന് അതുപോലെ തന്നെ സെക്കൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ തന്നെ ആയിരിക്കും നമുക്ക് സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ ആയിരിക്കും മാർക്കറ്റ് നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വാലിഡ് ആണ്, സ്റ്റിൽ വാലിഡ് ആണ്, കാരണം ഇത് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു. ഫോൾസ് ഓപ്പണിംഗ് തന്നെ നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ മിഡിലായിരുന്നു ഓപ്പൺ ചെയ്തത്. സോ അവിടെ നിന്നിട്ട് വന്നിരിക്കുന്ന ഒരു ഹ്യൂജ് സെൽ ഓഫ് ആയിരുന്നു നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. സോ ഇന്ന് ഒരു PCR ഒക്കെ നമുക്ക് നോക്കുവാണെങ്കിലും ഒരു 0.6 റേഞ്ച് ആണ്. ഇപ്പം നിഫ്റ്റിയുടെ നോക്കുവാണെങ്കിൽ 0.6ലാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 0.6 റേഞ്ചിലാണ്. ഇപ്പൊ ഇത് നിഫ്റ്റിയുടെ ആണ്. സോ നിഫ്റ്റിയുടെ നോക്കുമ്പോഴത്തേക്കിനും 0.61ഉം ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുമ്പോഴത്തേക്കിനും 0.6ഉം. ഓക്കെ, സോ അപ്പം നമുക്ക് നല്ലൊരു ബിയറിഷ് മാർക്കറ്റ് ആണ് നമുക്കിപ്പം ഇപ്പൊ ഉള്ളത്. സോ അത് കാരണം കോൾ സൈഡ് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം അത് ഒത്തിരി അനലൈസ് ചെയ്തിട്ട് വേണം കോൾ സൈഡ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്. സോ മാർക്കറ്റ് എപ്പോഴും ബിയറിഷിലാണ്. സോ അത് കാരണം പുട്ട് സൈഡ് തന്നെ മാക്സിമം പ്ലാൻ ചെയ്യുക. സോ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ജസ്റ്റ് അതിന്റെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണോ നടക്കുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ നോക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യുന്നത്. സോ മാക്സിമം കോൾ സൈഡ് ഒഴിവാക്കാൻ നോക്കുക. പ്രൈസ് ആക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോൾ സൈഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എൻ്റെ ഈ അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.